നമ്മൾ വളർത്തുന്ന മക്കൾ മറ്റുള്ളവരുടെ പീഡനം കാരണം മരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റുമല്ലേ? സാധാരണ കുട്ടികളെ വളർത്തുന്ന സമയത്ത് 5B ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബാധകമാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അത്. അതിലെ ഫസ്റ്റ് ബി എന്ന് പറയുന്നത് ബോൾഡ്നെസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ്സും നോ എന്ന് പറയേണ്ടടുത്ത് നോയും പറയാനുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവണം. അതിന് ഈ സമൂഹം തൻ്റെടിയാണ് തെമ്മാടിയാണ് എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് മൈ ലൈഫ് ആൻഡ് ഐ ഹാവ് ടു ക്യാരി മൈ ലോഡ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞാൽ ബ്രില്യൻസ് ആണ്. പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നതും ചൂഷണം ചെയ്യുന്നതും സ്ത്രീകളാണ്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ വികാരത്തിനേക്കാൾ ഒരു പടി മുന്നേ നിൽക്കണം വിവേകം. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാക്കുകൾക്കിടയിലെ അർത്ഥവും പ്രവൃത്തിക്കിടയിലെ നിഴലും അറിയാൻ കഴിവുള്ളവളായിരിക്കണം സ്ത്രീ. മൂന്നാമത്തെ ബി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്. കുറേ മേക്കപ്പൊക്കെ വാരിയിട്ട് കഴുത്തിറക്കി ഒക്കെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നതല്ല ബ്യൂട്ടി എന്ന് പറയുന്നത്. ബ്യൂട്ടി ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ. സംസ്കൃതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാരീച സൗമ്യ സുശീല സുചരിത മനസാ വാച കർമ്മണ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആൻഡ് ഡിസയറാണ്. പലപ്പോഴും സ്ത്രീകൾ ചഞ്ചല ചിത്തരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും ഞാൻ മറ്റവരെക്കാളും ഭയങ്കര പണക്കാരനാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. അപ്പം അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. നമ്മുടെ വരവിനനുസരിച്ച് മാത്രം നമ്മൾ ചിലവ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബോസി ആയിരിക്കണം. അതിൻ്റെ അർത്ഥം പാവം പിടിച്ച ഭർത്താവിനെ ചവിട്ടിക്കൂട്ടണമെന്നല്ല. ബോസി എന്നുള്ളതിനർത്ഥം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്ത്രീകൾ സ്വന്തമായിട്ട് ഒരു ATM ഉണ്ടാവില്ല, കാർഡ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു ബ്ലൗസ് തുണി വാങ്ങിക്കണമെങ്കിൽ പോലും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കൂടും, കോൺഫിഡൻസ് കൂടും, നമുക്കൊരു ഫ്രീഡം കിട്ടും. ഇനി ജീവിക്കുന്നതാണോ മരിക്കുന്നതാണോ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മരിച്ച് ജീവിക്കുന്നത് ഗതികെട്ടൊരവസ്ഥയാണ്. അങ്ങനെ വരാതിരിക്കാൻ ഈ 5B ക്വാളിറ്റീസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.